Let's make fried ice cream. Cut 4 edges of the sandwich. അപ്പോൾ ഗയ്സ് നമ്മളെ ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് കുറച്ച് ബ്രെഡ് എടുത്ത ശേഷം അതിൻ്റെ അരിഭാഗം കട്ട് ചെയ്ത് മാറ്റാം. Press them down. ഇനി നമുക്ക് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. ഗയ്സ് അപ്പോൾ ഇനി നമ്മൾ 8 ലക്ഷം വാല്യൂ ഇനി വളരെ കുറച്ച് സപ്പോർട്ട് മതി. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഗയ്സ് ഇപ്പോൾ എനിക്ക് പരത്തുന്ന സാധനം കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഈ കുപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കുപ്പി വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. Cover the ice cream with the flattened sandwich. ഗൈസ് ഇനി ഒരു പരത്തിയെടുത്ത ബ്രെഡിന് നടുക്ക് നമുക്ക് ഈ ഒരു ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം മൊത്തത്തിൽ അലിഞ്ഞിട്ട് പരുവായിട്ടുണ്ട് കേട്ടോ. കുറച്ചെടുത്തിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. നമുക്ക് പതിയെ ഒന്ന് അടച്ചു കൊടുക്കാം. Cover it with egg and panko. ഗൈസ് ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് നമുക്ക് മുട്ടയിലും ബ്രെഡിലൂടെ മുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ സാധനം എടുത്ത് നമ്മൾ മുട്ടയിൽ ആദ്യം മുക്കിയെടുക്കാം. നമ്മൾ ബ്രെഡിൽ മുക്കിയെടുക്കാം. Deep fried in high heat. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം നമ്മൾ ബ്രെഡിലും മുട്ടയിലും മുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് പൊരിച്ചിട്ട് തരാം. There you have it, fried ice cream. Enjoy! അപ്പോൾ ഗൈസ് നമ്മളെ ബ്രെഡ് ഐസ്ക്രീം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം ഉണ്ടോ എന്ന് അതിന് കയറി നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം അലിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഉണ്ടാക്കിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടല്ലോ നോക്കാം. ഗൈസ് അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ബ്രെഡിൽ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം.